ജീവിതം ഒരു നീണ്ട യാത്രയാണെന്ന് കുറേയധികം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ നിർവചനങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു നടന്ന കുറേയധികം ആളുകൾ. എന്നാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി അതിനൊരു അവസാനം ഉണ്ടെന്നുള്ളതാണ്. അതായത് ലൈഫ് ഹാസ് ടു എൻഡ് അറ്റ് സം പോയിന്റ്, അല്ലേ? പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം പല ആളുകളും തീരാത്ത സങ്കടങ്ങളുടെയും റിഗ്രറ്റുകളുടെയും ഗിൽട്ടുകളുടെയും ഒരു ലൂപ്പിൽ കിടന്നിങ്ങനെ മുന്നോട്ട് പോകുന്നത്? ആൻഡ് ദി ആക്ച്വൽ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ജീവിക്കുകയാണോ, ഓർ ആർ യു പ്രിറ്റൻഡിങ് ടു ബി അലൈവ്? ചിന്തകളുടെ അടിമകളാണ് നമ്മളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം റിയാലിറ്റീനെ അപേക്ഷിച്ച് മനസ്സിനുള്ളിൽ നമ്മൾ പടുത്തുയർത്തുന്ന മറ്റൊരു ലോകം, ആ ഒരു ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ളൊരു പെയിൻ പുറത്ത് നമുക്ക് പറയുന്നതിനും അപ്പുറത്താണ്. ആൻഡ് ഈ ഒരു ലോകത്തിന് ക്രിയേറ്റിവിറ്റിയുടെയോ ഇമാജിനേഷൻ്റെയോ അതിർവരമ്പുകളില്ല. കാരണം നിങ്ങളാണ് ആ ഒരു ലോകം പടുത്തുയർത്തിയത് ആൻഡ് യു ആർ ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് എ ട്രാപ്പ്. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിന് നമ്മളെ തന്നെ വഞ്ചിക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവെയർ അല്ലെങ്കിൽ, ഇറ്റ് ക്യാൻ ലിറ്ററലി ബ്രേക്സ് യു ഡൗൺ. വെറുമൊരു ചിന്തകൾ കൊണ്ട് മാത്രം തളർന്നു പോകുന്നവരല്ല നമ്മൾ. ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള മാർഗങ്ങളുണ്ട് നമ്മളെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ. അതായത് ഒരിക്കൽ നമ്മുടേതാണെന്ന് കരുതിയിരുന്ന, നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന വ്യക്തികൾ നമ്മളെ വിട്ടുപോകുന്നൊരു സമയം, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാൽ വഞ്ചിക്കപ്പെടുന്നൊരു സമയം, എന്തിന് ഈ ഒരു വ്യവസ്ഥിതിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നു വീഴുന്ന ബാധ്യതകൾ, ജീവിതത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ ഓരോ കണികകളും ഇല്ലാതാകുന്നു എന്ന് തോന്നി തുടങ്ങുന്നൊരു സമയം, ആരോ വരിഞ്ഞു മുറുകുന്ന പോലൊരു അവസ്ഥയാണത്. ശ്വാസം കിട്ടുന്നില്ലാത്തൊരവസ്ഥ, ശരീരമെല്ലാം മരവിച്ച് ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളഞ്ഞാലോ എന്ന് തോന്നുന്ന പല നിമിഷങ്ങളും. ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാനാകാതെ ഒരു നിസ്സഹായത കൊണ്ട് മാത്രം നോക്കി നിൽക്കാനേ നമ്മളെ കൊണ്ട് പലപ്പോഴും സാധിക്കാറുള്ളൂ. ആൻഡ് ദിസ് ഈസ് വേർ ലൈഫ് ലിറ്ററലി ട്രൈസ് ടു ബ്രേക്ക് യു. ആൻഡ് നിങ്ങൾ ആ ഒരു സമയത്ത് തളർന്നു പോവുകയാണെങ്കിൽ, ഇറ്റ് ക്യാൻ ഈവൻ എൻഡ് യുവർ ലൈഫ്. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യവും ഒരു ലെസൺസ് ഫോർ ലൈഫാണ്, അതൊരു എക്സ്പീരിയൻസസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഒരു ഫ്യൂവലാണ്, അല്ലേ? ആൻഡ് ചുറ്റുമൊന്ന് നിങ്ങൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് വന്നവരെ കാണാവുന്നതേയുള്ളൂ. എന്തിന് വെറുമൊരു ഗുഹാമനുഷ്യരിൽ നിന്നും നാഗരികതയിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവന് ജീവിതത്തോടുള്ള അടങ്ങാത്ത ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ്. നമുക്ക് ചുറ്റും നമ്മളെ തളർത്താനായി, നമ്മളെ ഇല്ലാതാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനോടെല്ലാം പൊരുതി നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനും വലിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാനായി കിട്ടാനില്ല, അല്ലേ? ആൻഡ് ഈ ഒരു ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും അവർക്കെല്ലാം എതിരെ തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ദിസ് ഈസ് മൈ ലൈഫ് ആൻഡ് ഐ വിൽ നോട്ട് ഗിവ് അപ്പ്. ആൻഡ് നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് മറ്റ് ഏതൊരു കാര്യത്തിനെയും നിങ്ങളെ തളർത്താനായിട്ട് സാധിക്കില്ല. ആൻഡ് ആ ഒരു സമയത്ത് എന്താണ് ബ്യൂട്ടി ഓഫ് ലൈഫ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും.
Okay, so keep fighting and keep smiling.